നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മുന്നിലെന്ന കള്ള കാമുകനെ കണ്ടുകിട്ടിയാൽ മാത്രം മതിയല്ലോ. എന്റെ വലിയ അവനിപ്പോ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയാം? ആ അജയനും കുടുംബവും ചേർന്ന് അവനെ കൊന്നിട്ടുണ്ടാവും ചിലപ്പോ. എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ദുരൂഹത ആ മാനസയുടെ പിന്നിലുണ്ടമ്മേ. അതെന്താണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അത് തന്നെയാ ഭാവനയുടെ ലക്ഷ്യവും. ആ ജാനകി ഇവിടുന്ന് ഓടിച്ച സ്ഥിതിക്ക് ഇനി എന്താ അടുത്ത പ്ലാൻ? ഞാനും അത് തന്നെ ആലോചിക്കുന്നത്. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് നല്ല പോലൊരു പ്ലാൻ ഉണ്ടാകണം. നമ്മൾ എന്ത് പ്ലാൻ ചെയ്താലും അവസാനം കറങ്ങി തിരിഞ്ഞ് നമുക്കെതിരെ തെളിവായിട്ട് വരും. അതാ ആലോചിച്ച് ചെയ്യണമെന്ന് പറയുന്നത്. ഇപ്പൊ തന്നെ ജാനകിയെ സ്വന്തം മകളെ തന്നെ ഉപയോഗിച്ച് ഞാൻ പുറത്താക്കിയില്ലേ? ആരെങ്കിലും അറിഞ്ഞോ? എന്നാൽ അതുപോലെ തന്നെ ബുദ്ധിപൂർവം ചെയ്യും. അറ്റ കൈക്ക് ഞാൻ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വിരിക്കുന്ന വലയില് ഭാവന വീണാ പിന്നെ അവള് രക്ഷപ്പെടാൻ പാടില്ല. എന്നേക്കുമായിട്ട് ഇല്ലാതാവണം. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്തായാലും ഭാവനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാല് നമ്മളെ സംശയിക്കൂ. അപ്പൊ പിന്നെ കാര്യമായിട്ട് തന്നെ ഒരു പണി ഞാൻ കൊടുക്കണം. പിടിക്കപ്പെട്ടാ പിന്നെ എന്ത് ചെയ്യും നമ്മള്? അതാ ഞാൻ പറഞ്ഞത്. നമ്മൾ ജയിലിൽ പോകാൻ തയ്യാറായി തന്നെ ഇറങ്ങണം. അതോടെ എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവും. മാനസമോക്കൊരു ജീവിതവും കിട്ടും. പറഞ്ഞപ്പോ അത് തീർന്നു. എല്ലാം ഒത്തുവരണ്ടേ? വരും പ്രസീതെ. നിനക്ക് ജയിലിൽ പോകാൻ പേടിയുണ്ടോ?